ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമി ഇങ്ങനെ രാത്രി റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് കരയാണ്. അച്ഛനെ കുറിച്ചിട്ടും അച്ഛനും അമ്മയും നൽകിയ സ്നേഹത്തെക്കുറിച്ചിട്ടും അങ്ങനെ അവൾക്ക് നല്ല വിഷമം വരികയാണ്. അച്ഛൻ്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ അവൾ ഉറക്കെ പൊട്ടിക്കരയുന്നതിനിടയിൽ അമ്മ വിളിച്ച് ചോദിക്കും, ഭൂമി നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ, കരയുവാണോ? ഇല്ലമ്മേ, എന്നാൽ വേഗം ഉറങ്ങ്, നാളെ സൗഭാഗ്യപുരത്ത് പൂജയ്ക്കുള്ള പായസം എത്തിക്കാനുള്ളതാണ്. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ രാവിലെ അംബികേച്ചിയൊക്കെ ഇങ്ങനെ പായസത്തിനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. ആ സമയത്ത് പായസത്തിൽ പഞ്ചസാര ഇടുമ്പോൾ ഭൂമി അവിടേക്ക് കടന്നു വരും. എന്നിട്ട് ഭൂമി ചോദിക്കും, അമ്മ ആ പായസത്തിലുള്ള മധുരമെല്ലാം കൂടെ വാരിയിട്ടോ? ഇല്ല മോളെ, നീ തന്ന അളവിനെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതെ, സൗഭാഗ്യപുരത്തെ പൂജയുള്ളതാണ്, ആ കാര്യം അമ്മ മറന്നു പോവരുത്. ഓ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അല്ല മോളെ, ഈ സൗഭാഗ്യപുരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ വലിയ പണക്കാരുടെ വീടാണെന്നാണ് കേട്ടത്. അവർക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. മോൾക്ക് അതൊക്കെ അറിയോ? എനിക്കതൊക്കെ അന്വേഷിച്ച് നടക്കലല്ലേ പണി. പിന്നെ അവിടുത്തെ മുത്തശ്ശിയും മോളെയും ഞാൻ ക്ഷേത്രോത്സവത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ മുത്തശ്ശി ഉണ്ടല്ലോ, നല്ല ക്യാരക്ടറാണ്. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ്, നോർത്ത് ഇന്ത്യയിലാണല്ലോ തൊട്ടേനും പിടിച്ചതിനൊക്കെ പൂജ. അപ്പോൾ ഭൂമി പറയാണ്, അതിപ്പോൾ നമ്മുടെ നാട്ടിലും തുടങ്ങിയല്ലോ, സീരിയൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പൂജയാണ്. അന്നേരം അംബികേച്ചി പറയും, അതൊക്കെ ഞങ്ങളുടെ നാടകം കണ്ടു പഠിക്കണം. പച്ചയായ ജീവിത ദേ ഈ പട്ടുസാരി ഉടുത്ത് 50 പവൻ്റെ സ്വർണ്ണം ഇട്ട് അടുക്കളയിൽ ജോലി ചെയ്യാനൊന്നും നിൽക്കൂല. അപ്പോൾ ഭൂമി ചോദിക്കുകയാണ്, അമ്മേ അച്ഛൻ എങ്ങനെ അമ്മയെ പ്രപ്പോസ് ചെയ്ത്? ഒന്ന് പെണ്ണേ അവിടുന്ന്, എന്നാലും ഒന്ന് പറയമ്മേ. എൻ്റെ കൊച്ചേ, അതൊക്കെ ഒരു കഥയാണ്. ആ കഥയൊന്ന് പറയൻ്റെ അംബികെ എന്ന് പറയുമ്പം പിന്നെ അംബികേച്ചി അവരുടെ അച്ചുവേട്ടൻ പ്രപ്പോസ് ചെയ്ത കഥയും നാടക കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭൂമിയുടെ അടുത്ത്. അങ്ങനെ അച്ചുവേട്ടൻ പേടിച്ച് അംബികേച്ചിയെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഭൂമിക്ക് ഒരുപാട് ചിരി വരും. അങ്ങനെ അവൾ ഉറക്കെ ചിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അംബികേച്ചി പറയും, അയ്യോ മോളെ, ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്ന് അച്ഛന് കിടന്നിടത്ത് രാവിലെ കുറച്ച് ബ്ലഡ് കണ്ടു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മോള് ചോദിച്ചറിയണേ, എന്തെങ്കിലും വയ്യായി ഉണ്ടോ എന്ന് ആർക്കറിയാം. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ആകെ പേടിയാവുകയാണ്. എന്നിട്ട് ഭൂമി പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് പറയും, അതമ്മേ അച്ഛൻ്റെ മൂക്കിൽ ചെറിയൊരു കുരു ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ പഴുത്ത് പൊട്ടിയിട്ടുണ്ടാവും, അതായിരിക്കും, എന്തായാലും ഉടനെ കാണിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് അച്ചുവേട്ടനെ ഇങ്ങനെ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മുടെ അജയ് MLAയുടെ മകനെ ആത്മഹത്യയാണ് ചെയ്തത് എന്നുള്ള കാര്യം തെളിയിച്ചത് ആ ഒരു പത്രത്തിലെ ന്യൂസൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ അച്ചുവേട്ടൻ അകത്തേക്ക് വന്നിട്ട് ഭൂമിക്കൊക്കെ ഇത് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ കേസ് തെളിയാൻ യഥാർത്ഥ കാരണക്കാരി ഭൂമിയാണ്. അവളന്ന് ഐസ് ക്യൂബിൻ്റെ കാര്യം പറഞ്ഞത് വെച്ചിട്ടാണ് അജയ് കേസ് തെളിയിച്ചത്. അങ്ങനെ അജയ് ആണ് ഇത് തെളിയിച്ചതെന്നുള്ള രീതിയിൽ പത്രത്തിൽ വായിക്കുമ്പം ഭൂമി പറയും, അതെ, മോഷണം പോയതാണ്, തലച്ചോറ് മോഷണം പോയതാണ്. തലച്ചോറ് മോഷണം പോവേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം അച്ഛാ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സൗഭാഗ്യപുരത്തെ വീടാണ്. അവിടെ മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭർത്താവിൻ്റെ അരികിൽ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഹാളിലേക്ക് വന്നിട്ട് അവിടെ പൂജ നടക്കുന്നിടത്തും വീണ്ടും വന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് അജയ് അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ ഇന്ന് ലീവാണോ മോനെ? ലീവാണ്, എന്നാലും ഒരു എമർജൻസി വന്നാൽ പോവേണ്ടി വരും. കൊള്ളാം, വർഷത്തിലൊരു ദിവസം നടത്തുന്ന പൂജ എല്ലാവരും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് കാരണമുണ്ട്. എന്തിനാ നമ്മൾ ലക്ഷ്മി പൂജ നടത്തുന്നത്? പറഞ്ഞു തന്നതൊക്കെ മറന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ അജയിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശി. ആ സമയത്ത് ഭവാനി ഒരുങ്ങി അവിടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഭവാനിയുടെ അടുത്ത് ചോദിക്കും, എല്ലാവരും റെഡി ആയില്ലേ ഭവാനി? അഞ്ജന എവിടെ? സംഗീത എവിടെ? എല്ലാവരോടും റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേ. അപ്പോൾ മുത്തശ്ശി പറയും, ഇന്നിവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തത് സത്യനാണ്. അവൻ്റെ കാര്യം കഷ്ടമാണ്. ഇന്ന് ഈ പൂജയ്ക്ക് അവൻ്റെ ഭാര്യയും അവൻ്റെ മകളും ഉണ്ടാവേണ്ടതായിരുന്നു. അജയ്, അവരന്വേഷിച്ച് കണ്ടെത്തണ്ടേ മോനെ? മരിച്ചു പോയോ, ജീവിച്ചിരിപ്പുണ്ടോ, അതോ അവരാരെങ്കിലും കൊന്നോ? അതൊക്കെ കേൾക്കുമ്പോൾ ഭവാനി ചെറുതായിട്ടൊന്ന് ഭയക്കുകയാണ്. എന്നിട്ട് ഭവാനിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കും, എന്താ ഭവാനി, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവരെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം അമ്മേ. അന്നേരം അജയ് പറയും, എന്തായാലും ഞാൻ അന്വേഷിക്കും മുത്തശ്ശി, അവരെക്കുറിച്ച് എല്ലാം ഞാൻ അന്വേഷിക്കും. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടു പോയോ? മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും എല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും മുത്തശ്ശി. ഭവാനി, കുഞ്ഞിലെ തന്നെ ഈ കുടുംബത്തിൻ്റെ പരമ്പരാഗത മാല ഞാൻ അവരെ അണിയിച്ചിരുന്നു.
അതുകൊണ്ട് ആ മാല ഇട്ടിട്ട് വേണം ഇന്ന് അഞ്ജന പൂജയ്ക്കിരിക്കാൻ. അവളോട് അത് ഇട്ടിട്ട് വേഗം വരാൻ പറ. ശരി അമ്മ എന്നും പറഞ്ഞിട്ട് ഭവാനി അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അജയിനോട് മുത്തശ്ശി പറയും, പൂജാരി പറയാൻ സമയമായോ എന്ന് നോക്കുമോനെ. ആ സമയമായി മുത്തശ്ശി, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അജയ് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ നമ്മുടെ അച്ചേട്ടൻ കാറിൽ ഇങ്ങനെ വന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ചേട്ടൻ്റെ കയ്യിലൊരു പൊതി ഇങ്ങനെ മറച്ച് പിടിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അംബികേച്ചി ചോദിക്കും, എന്തോ ഒരു ചുറ്റിക്കളി, എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അത് കേട്ടിട്ടാണ് ഭൂമി അവിടേക്ക് വരുന്നത്. അപ്പോൾ ഭൂമി ചോദിക്കും, എന്താ അച്ഛാ? അപ്പോൾ ഭൂമിയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തിട്ട് പറയാണ്, മോളിതൊന്ന് തുറന്ന് നോക്കിയേ. അങ്ങനെ ഭൂമി അത് തുറന്ന് നോക്കുമ്പം അവൾക്കുള്ള ധാവണി സെറ്റായിരിക്കും. അത് കാണുമ്പോൾ ഭൂമിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ അംബികേച്ചി ചോദിക്കും, ഇന്നിപ്പോൾ ഏത് ബാങ്ക് കൊള്ളയടിച്ചിട്ടാണ് ഈ പണി ഒപ്പിച്ചത്? അപ്പോൾ അച്ചേട്ടൻ പറയും, അതിന് മോൾ എനിക്ക് പോക്കറ്റ് മണി തരുന്നുണ്ടല്ലോ, ഞാനത് മിച്ചം വെച്ച് വാങ്ങിച്ചതാണ്. വലിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലല്ലേ, അപ്പോൾ അവൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോവാൻ. മോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി ഇന്ന്. അല്ല മനുഷ്യ, മോളെ ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ പോവാണോ? അതേടി, അത് കഴിഞ്ഞാൽ നിന്നെ കെട്ടിച്ചു വിടും. എന്നിട്ട് വേണം എനിക്കൊരു നല്ല സുന്ദരി പെണ്ണിനെ കെട്ടി ഇവിടെ ജീവിക്കാൻ. അപ്പോൾ അംബികേച്ചി പറയും, കുഴമ്പിടാനായിരിക്കും. അയ്യടാ, എന്ത് പൂതിയാ, ചത്ത് മണ്ണടിയാൻ്റെ പ്രായമായി, ഇപ്പോഴും പൂതി കൊള്ളാലോ. അത് കേൾക്കുമ്പോൾ ഭൂമിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ഭൂമി പറയും, അമ്മേ, അച്ഛനെ കുറിച്ചാണോ അമ്മ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അംബികേച്ചിയെ നന്നായിട്ട് ചീത്ത പറയാണ്. അംബികേച്ചി അതൊന്നും ഓർക്കാതെ ഒരു തമാശ പറഞ്ഞതാണെങ്കിലും ഭൂമി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അംബികേച്ചിക്കും നല്ല വിഷമമായി. അന്നേരം അച്ചേട്ടൻ ഭൂമിയോട് പറയും, അമ്മയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ട്, മോള് ചെന്നൊന്ന് സമാധാനിപ്പിക്കുക. അങ്ങനെ ഭൂമി പിന്നെ അമ്മയെ സമാധാനിപ്പിച്ച് സോപ്പിട്ട് നിർത്തുകയാണ്. അന്നേരം അംബികേച്ചി പറയും, ശരി, നീ വേഗം റെഡി ആയിട്ട് വാ, പായസം കൊടുക്കാനുള്ളതല്ലേ. അങ്ങനെ ഭൂമി ആ ധാവണി സെറ്റും കൊണ്ട് അകത്തേക്ക് പോകുമ്പോഴും ഭൂമിയുടെ മനസ്സിൽ ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടാണ് അവൾ ഡ്രസ്സ് മാറ്റാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭവാനി അവിടേക്ക് വന്നിട്ട് ചോദിക്കും, നീ ഇതുവരെ റെഡി ആയില്ലേ, ഈ മുത്തശ്ശി നിന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ അഞ്ജന പറയാണ്, അമ്മേ, എൻ്റെ ഫ്രീഡം എനിക്കുള്ളതാ. മുത്തശ്ശി പറയുന്നതനുസരിച്ച് ടൈം ടേബിൾ നോക്കി അനുസരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഐ കാണ്ട്. അത് കേൾക്കുമ്പോൾ ഭവാനി പറയും, ബി കെയർഫുൾ അഞ്ജന എന്ന് പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് പറയും, ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെ നീ മറന്നോ? എന്നിട്ട് ഭവാനി പറയും, നിനക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ലേ? നിനക്ക് മാത്രമല്ല, എനിക്കും ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യത്തിനുള്ള സമരമായത്, അത് ജയിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ? എന്തായാലും നമ്മളെ ലക്ഷ്യം നേടിയേ അടങ്ങൂ. അവനെ എനിക്ക് വേണം എന്നുള്ള നിർബന്ധമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കുണ്ട്. അവൻ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് മുതൽ. ഗുഡ് ഗേൾ, എന്തിനും അമ്മ കൂട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പരമ്പരാഗത മാല എടുത്ത് കാണിക്കുകയാണ് ഭവാനി. ഒരു വശത്ത് ഭവാനി ഈ മാല എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നതോടൊപ്പം മറുവശത്ത് നമ്മുടെ ഭൂമി ആ മാലയിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.